ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലേക്ക് ഇത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഫേസ്ബുക്കിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ. എന്താ പറയുക, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ നേഴ്സായിട്ട് UAE വരാനിരിക്കുന്നവരോ വന്നവരോ അല്ലെങ്കിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം UAE നിങ്ങൾക്ക് എനിക്ക് എന്താ മെസ്സേജ് അയക്കാം. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്തൊരു സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ GNM ആയിരുന്നു, 12 ഇയർ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വയസ്സുണ്ട്, ഒരു വിസിറ്റിംഗ് എടുത്ത് വന്നാൽ ക്ലിനിക്കിൽ ജോലി കിട്ടുമോ, എനിക്ക് ലൈസൻസ് എടുക്കണം, ക്ലിനിക്കിൽ കയറിക്കൊണ്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ, ഇനി ഇല്ലെങ്കിൽ അറ്റൻഡർ പോസ്റ്റ് എങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതർ ഡിപ്പാർട്ട്മെന്റ് ഒന്നും എനിക്ക് അറിയില്ല. കുറേ പേര് അതർ ഈ കാറ്റഗറി ഒക്കെ ചോദിക്കുന്നുണ്ട്. സോറി, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല. അറിയുന്നതുണ്ടെങ്കിൽ ഞാൻ ചില വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരോടും ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 12 ഇയർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിൽ എന്താ വേണ്ടത്, ഒരു കണ്ടിന്യൂസ് വർക്കിംഗ് എക്സ്പീരിയൻസ് മസ്റ്റ് ആയിട്ട് വേണം. ഇൻക്ലൂഡിങ് ഒരു 6 മന്ത് ഗ്യാപ്പ് വന്നാൽ പോലും എവിടെ എടുക്കില്ല. ഇൻക്ലൂഡിങ് നാട്ടിലടക്കം നിങ്ങൾ അന്വേഷിച്ച് നോക്കിയ ഒരു 6 മന്ത് ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എടുക്കൂല. എടുക്കുകയാണെങ്കിൽ പോലും വളരെ കുറച്ച് സാലറിയിലേ കിട്ടുള്ളൂ. അപ്പൊ നാട്ടിലെ അവസ്ഥ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇവിടെ ഈ GCC കൺട്രിയിലൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരിക്കലും ചാൻസ് കിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കിൽ കിട്ടുമെന്ന് വെച്ചാൽ ക്ലിനിക്കിൽ ഒട്ടും കിട്ടില്ല. ഹോസ്പിറ്റലിൽ 0% ക്ലിനിക്കിൽ ഒട്ടും കിട്ടില്ല. ക്ലിനിക്സിലൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഇവിടെ സ്റ്റാഫിനെ എടുക്കുന്നുള്ളൂ. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്സ് ആണ് ഉള്ളത്. അതായത് ഇപ്പൊ ഡെന്റല്, അനസ്തെറ്റിക്, ഡെർമ, കോസ്മെറ്റിക് അങ്ങനത്തെ ക്ലിനിക്സ് ആണ് ഏറ്റവും കൂടുതൽ. ഡെന്റൽ ക്ലിനിക് ആണ്, പിന്നെ അനസ്തെറ്റിക് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ക്ലിനിക്സ് ആയിട്ടുള്ളത്. പിന്നെ അല്ലാണ്ട് ഇപ്പോ എന്താ ചെറിയ എന്താ മെഡിക്കൽ സെന്ററുകൾ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാ OPD നേഴ്സ് അങ്ങനത്തെ പോലെ, അതായത് ഡോക്ടറുടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വൈറ്റൽസ് നോക്കിയിട്ടിട്ട് അങ്ങനത്തെ അവിടെ അടക്കം നമുക്ക് UAE എക്സ്പീരിയൻസും ലൈസൻസും ഒക്കെ ഉള്ളവരെ അവരെടുക്കുന്നുള്ളൂ ഓൾമോസ്റ്റ്. അപ്പോ ഇത്രയും ഗ്യാപ്പ്, 12 ഇയേഴ്സ് ഗ്യാപ്പ്, അതുപോലെ തന്നെ ലൈസൻസ് ഇല്ല, പിന്നെ എന്താ പറയുക ഉറപ്പായിട്ടും ഒരു ചാൻസും ഇല്ല എന്താനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ക്ലിനിക്കിൽ കയറിയിട്ട് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ക്ലിനിക്കിൽ എടുത്താലല്ലേ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വിത്തൗട്ട് ലൈസൻസിൽ ക്ലിനിക്സിൽ ഒന്നും എടുക്കില്ല കേട്ടോ. ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവർക്കൊക്കെ ഫൈൻ കിട്ടും ലൈസൻസ് ഇല്ലാത്ത നേഴ്സിനെയൊക്കെ വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കിട്ടാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ ഹോം കെയറിൽ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്തൗട്ട് ലൈസൻസിൽ. അതിലും എക്സ്പീരിയൻസ് അവർ പ്രീവിയസ് നോക്കിയിട്ടേ എടുക്കുള്ളൂ. ഇത്രയും വർഷം ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായും അവിടെ എടുക്കില്ല. പിന്നെ അറ്റൻഡർ പണിയെങ്കിലും കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറ്റൻഡർ പണിക്കും അതിൻ്റെതായ ഒരു ഇതുണ്ട്. അതിനും പ്രീവിയസ് എക്സ്പീരിയൻസ് വേണം, UAE എക്സ്പീരിയൻസ് വേണം, ലാംഗ്വേജ്, ഇതെല്ലാം ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് അറ്റൻഡറിനടക്കം എന്ത് ചെയ്യുന്നത് ജോബിന് എടുക്കുന്നുള്ളൂ. അത് ചാൻസ് ഇല്ല. അപ്പൊ മൊത്തത്തിൽ ചാൻസ് ഒന്നുമില്ല ഇത്രയും നാള് ഗ്യാപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും നാട്ടിൽ തന്നെ നോക്കുമായിരിക്കും ഒന്നും കൂടി ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വല്ല എന്താ പറയാ ഈ എന്താ പറയാ മെയ്ഡായിട്ട് അങ്ങനത്തെ ജോലിയില്ല, അതിലേക്കൊക്കെ നോക്കാം. പക്ഷെ അതെല്ലാം കാറ്റഗറി വിട്ട് വേറെ മാറിപ്പോവും. അപ്പൊ അങ്ങനത്തെ കാറ്റഗറിയിലൊക്കെ വേണമെങ്കിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. മീൻസ് ആരെങ്കിലും എനിക്കൊന്ന് നാട്ടിൽ നിന്നൊക്കെ റിക്രൂട്ട്മെന്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറെ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് ഡീറ്റെയിൽസ് വൈസ് അറിയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ അറ്റൻഡർ പണിയെങ്കിലും കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ആ സബ്സ്ക്രൈബറുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഗ്യാപ്പ് ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഗ്യാപ്പ് ഉള്ളവരൊന്നും ജസ്റ്റ് വെറുതെ വന്ന് ട്രൈ ചെയ്തിട്ട് ഒരു കാര്യമില്ല, എന്തായാലും എടുക്കില്ല. ഇല്ലാത്തവർക്കേ ഇവിടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നത് ജോലി കിട്ടുന്നില്ല. അപ്പൊ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതൊരു റിജക്ഷൻ ഉള്ള ഒരു വലിയൊരു ക്രൈറ്റീരിയ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.